യുഡിഎഫിന് കായംകുളത്ത് ഉജ്ജ്വല വിജയം നൽകിയ കെപിസിസി ജനറൽ സെക്രട്ടറിയും കായംകുളം നിയോജക മണ്ഡലം ചാർജുകാരനുമായിരുന്ന സൈമൺ അലക്സിനെ അനുമോദിച്ചു. കായംകുളം നഗരസഭ നോർത്ത് മണ്ഡലം യുഡിഎഫ് കമ്മിറ്റി ചെയർമാൻ കടയിൽ രാജന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. കായംകുളം നഗരസഭ നോർത്ത് മണ്ഡലം യുഡിഎഫ് കമ്മിറ്റി ചെയർമാൻ കടയിൽ രാജന്റെ നേതൃത്വത്തിൽ കെപിസിസി ജനറൽ സെക്രട്ടറിയും കായംകുളം നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് ചാർജുകാരൻ കൂടിയുമായിരുന്ന സൈമൺ അലക്സിനെ അനുമോദിച്ചു. യുഡിഎഫിന് ഉജ്ജ്വല വിജയം സമ്മാനിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു അനുമോദനം. വളരെ ചിട്ടയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് നന്നായി കൈകാര്യം ചെയ്ത സൈമൺ അലക്സ് അദ്ദേഹം എല്ലാവരെയും അമ്പരപ്പിച്ച ഒരു കണക്കുകൂട്ടലുമായിട്ടാണ് കായംകുളത്ത് എത്തിയത്. അദ്ദേഹം എല്ലാവരും 2000 വോട്ടിന് ജയിക്കും, 5000 വോട്ടിന് ജയിക്കും, 3000 വോട്ടിന് ജയിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന കണക്കിനകത്ത് 12,500 പരം വോട്ടുകൾക്ക് ജയിക്കും എന്നുള്ള കണക്കായിരുന്നു അദ്ദേഹത്തിനുണ്ട്. സത്യത്തിൽ സ്ഥാനാർത്ഥിക്കോ ഒരു കമ്മിറ്റിക്കോ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഞങ്ങൾക്കും അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇദ്ദേഹത്തിനെ സ്വീകരിക്കണമെന്ന് നിർബന്ധമായും സ്വീകരിക്കണമെന്ന് ഞങ്ങൾ. കായംകുളം മുനിസിപ്പാലിറ്റിയിലെ നോർത്ത് മണ്ഡലത്തിൽ 5000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം ലിജുവിന് ലഭ്യമാക്കിയത്. അതിന് നേതൃത്വം കൊടുത്തത് ശ്രീ കടയിൽ രാജനാണ്, യുഡിഎഫിൻ്റെ ചെയർമാൻ. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിരീക്ഷകനായി ഞങ്ങൾക്കെല്ലാം സപ്പോർട്ടായിട്ട് കടന്നു വന്നത് കെപിസിസിയുടെ ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കരനായ സൈമൺ അലക്സ് ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ നോർത്ത് മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ആദരവ് കൊടുക്കുകയാണ്. ഭാഗ്യവശാൽ ഈ മണ്ഡലം ഇവിടെ തിരിച്ചു പിടിക്കുവാൻ ബഹുമാനനായ എം ലിജുവിൻ്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ ജയിക്കുവാൻ കഴിഞ്ഞത്. അതിന് നേതൃത്വം കൊടുക്കുവാൻ ആ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് ചാർജ് വഹിച്ചുകൊണ്ട് ഇവിടെ പല നേതാക്കന്മാരും കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ശ്രീമതി കുമാരി അനിതാബാബു മത്സരിക്കുമ്പോൾ INDSയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ചന്ദ്രശേഖറായിരുന്നു ഇവിടെ ചാർജുകാർ. അങ്ങനെ നിരവധി തവണ ചാർജുകാരുണ്ടായിട്ടും പക്ഷേ കായംകുളം നിയോജക മണ്ഡലത്തിൽ ചാർജുകാരനായ ബഹുമാനായ കെപിസിസിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം കായംകുളത്തിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ട് എല്ലാ നേതാക്കന്മാരുടെയും മനസ്സറിഞ്ഞ് എല്ലാ പ്രവർത്തകരുടെയും വികാരങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഇവിടെ ചാർജ് വഹിച്ച് ഈ നിയോജക മണ്ഡലത്തിൽ 15,000 ഭൂരിപക്ഷത്തിൽ എം ലിജിനെ ജയിപ്പിക്കുവാൻ ഉള്ള സാഹചര്യമുണ്ടാക്കി. അത് അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും അത് അധികമാകില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നോർത്ത് മണ്ഡലത്തിൻ്റെ ഞങ്ങളുടെ ഈ പറയുന്ന DC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളുടെയും നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഇവിടെ ഒരു അഭിനന്ദനത്തിൻ്റെ ഇതായി ആദരവ് കൊടുത്തത്. ഈ ആദരവ് അദ്ദേഹം അറിയിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ അവസരം ഉണ്ടായതിന് വളരെ സന്തോഷം. അതിന് അവസരമുണ്ടാക്കിയ നോർത്ത് മണ്ഡലത്തിലെയും കായംകുളത്തിലെയും നിയോജക മണ്ഡലത്തിലെ എല്ലാ യുഡിഎഫ് വോട്ട് ചെയ്ത എം ലിജുവിനെ വിജയിപ്പിക്കാൻ വോട്ട് ചെയ്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും നന്ദി രേഖപ്പെടുത്തുന്നു. കായംകുളം ടൗൺ നോർത്ത് മണ്ഡലത്തിൽ 5000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. DCC ജനറൽ സെക്രട്ടറി CA സാദിഖ്, നൌഫൽ ചെമ്പകപ്പള്ളി, ഷൈജു മുക്കിൽ, ഹാഷിർ പുത്തൻകണ്ടം, ഹബീബ് റഹ്മാൻ, ഷാജി വൈക്കത്ത്, സുധീർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.